की ईज ऑफ लिविंग बढ़ाने के लिए केंद्र सरकार ने कोई कोर कसर बाकी नहीं छोड़ी है। यहां पीएम आवास योजना ग्रामीण के तहत 100% लाभार्थियों को कवर किया जा चुका है। हर लाभार्थी तक फ्री राशन पहुंच रहा है। किसान क्रेडिट कार्ड और आयुष्मान कार्ड दिए गए हैं। यहां आयुष्मान आरोग्य मंदिर, हेल्थ एंड वेलनेस सेंटर बनाए गए हैं। सरकार की ये कोशिश है कि हर लाभार्थी तक सरकारी योजनाएं पहुंचे। डीबीटी के माध्यम से केंद्र सरकार हर लाभार्थी के बैंक खातों में सीधे पैसे भेज रही है। इससे पारदर्शिता भी आई है और भ्रष्टाचार भी कम हुआ है। मैं आपको विश्वास दिलाता हूं, लक्षद्वीप के लोगों का अधिकार छीनने वाले किसी को भी बख्शा नहीं जाएगा। എന്റെ കുടുംബാംഗങ്ങളെ, കഴിഞ്ഞ 10 വർഷത്തിൽ ലക്ഷദ്വീപിലെ ജനങ്ങളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ഒരു മാർഗവും അവലംബിക്കാതിരുന്നിട്ടില്ല. ഇവിടെ പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതി പ്രകാരം 100% ഗുണഭോക്താക്കൾക്കും ഗുണം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ സൗജന്യ റേഷൻ കൊടുക്കുന്നു, കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ നൽകുന്നു. ഇവിടെ ആയുഷ്മാൻ ആരോഗ്യ കേന്ദ്രം നിർമ്മിച്ചു, ഹെൽത്ത് ആൻഡ് വെൽനസ് കേന്ദ്രം എന്നിവ നിർമ്മിച്ചിരിക്കുന്നു. എല്ലാ ലാഭാർത്ഥിയുടെ അരികിലും സർക്കാർ പദ്ധതികൾ എത്തണമെന്നതാണ് സർക്കാരിന്റെ പ്രയത്നത്തിന്റെ പിന്നിലെ ലക്ഷ്യം. ഡിബിടിയിലൂടെ നേരിട്ട് ബാങ്ക് മുഖാന്തരം പണം നൽകുന്ന പദ്ധതിയിലൂടെ സർക്കാർ എല്ലാ ഗുണഭോക്താക്കളുടെ അക്കൌണ്ടിലേക്കും പണം എത്തിക്കുന്നുണ്ട്. ഇതിലൂടെ സുതാര്യത കൈവന്നിരിക്കുന്നു. മാത്രമല്ല, അഴിമതി കുറയുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു, ലക്ഷദ്വീപിലെ ജനങ്ങളുടെ അധികാരം അവർക്ക് അർഹതപ്പെട്ടത് കവർന്നെടുക്കുന്ന ആരെയും വെറുതെ വിടില്ല എന്ന്. एनडीए कुड़ुम आगंगले साल 2020 में आपको मैंने गारंटी दी थी कि 1000 दिन में आपको तेज इंटरनेट की सुविधा पहुंच जाएगी। आज कोच्चि लक्षद्वीप सबमरीन ऑप्टिकल फाइबर प्रोजेक्ट का लोकार्पण हो गया है। अब लक्षद्वीप में भी 100 गुना अधिक स्पीड से इंटरनेट चल पाएगा। इससे सरकारी सेवाएं हो, इलाज हो, एजुकेशन हो, डिजिटल बैंकिंग हो, ऐसी अनेक सुविधाएं और बेहतर होगी। लक्षद्वीप में लॉजिस्टिक सर्विस का हब बनाने की जो संभावना है, उनको भी इससे बल मिलेगा। लक्षद्वीप में भी हर घर तक पाइप से पानी पहुंचाने के लिए तेजी से काम किया जा रहा है। खारे पानी को मीठे पानी में बदलने वाला नया प्लांट इस मिशन को और आगे बढ़ाएगा। इस प्लांट से हर रोज 1.5 लाख लीटर पीने का पानी मिलेगा। इसके पायलट प्लांट्स अभी कवरत्ती, अगत्ती और मिनिकोय आइलैंड में लगाए गए हैं। എന്റെ കുടുംബാംഗങ്ങളെ, 2020 വർഷം
ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകി 1000 ദിവസത്തിനുള്ളിൽ ലക്ഷദ്വീപിൽ നിങ്ങൾക്ക് വേഗം കൂടിയ ഇന്റർനെറ്റ് സംവിധാനം എത്തിക്കുമെന്ന്. ഇന്ന് കൊച്ചി ലക്ഷദ്വീപ് കടലിനടിയിലൂടുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നിരിക്കുന്നു. ഇനി ലക്ഷദ്വീപിൽ 100 ഇരട്ടി വേഗതയിൽ ഇന്റർനെറ്റ് ലഭിക്കുന്നതായിരിക്കും. ഇതിലൂടെ സർക്കാർ പദ്ധതികൾ, ചികിത്സ, വിദ്യാഭ്യാസം, ഡിജിറ്റൽ ബാങ്കിംഗ് ഇങ്ങനെ പലവിധത്തിലുമുള്ള സേവനങ്ങൾ കൂടുതൽ എളുപ്പമാകും. ലക്ഷദ്വീപിനെ ഗതാഗത സേവനങ്ങളുടെ കേന്ദ്രമാക്കാനുള്ള ശ്രമങ്ങളെ ഇത് സഹായിക്കും. ലക്ഷദ്വീപിൽ എല്ലാ വീട്ടിലും പൈപ്പിൽ വെള്ളമെത്തിക്കാനുള്ള ജോലികൾ വേഗത്തിൽ നടക്കുന്നുണ്ട്. ഉപ്പുവെള്ളത്തെ മധുരമുള്ള വെള്ളമാക്കാനുള്ള പുതിയ കേന്ദ്രം ഈ പദ്ധതിയെ കൂടുതൽ വേഗത്തിലാക്കും. ഈ പ്ലാന്റിൽ നിന്നും പ്രതിദിനം 1.5 ലക്ഷം ലിറ്റർ കുടിവെള്ളം ലഭിക്കും. ഇതിന്റെ ചെറിയ രൂപത്തിലുള്ള പ്ലാന്റുകൾ കവറത്തി, അഗത്തി, മിനിക്കോയ് ദ്വീപുകളിൽ നിർമ്മിച്ചിട്ടുണ്ട്. एनडे कुडुम आगंगले साथियों, लक्षद्वीप आने पर मेरी मुलाकात अली मानिक खान जी से भी हुई. उनकी रिसर्च, उनके इनोवेशन ने इस पूरे क्षेत्र का बहुत कल्याण किया है. ये हमारी सरकार के लिए बहुत खुशी की बात है कि हमें साल 2021 में अली मानिक खान को पद्मश्री से सम्मान देने का मौका मिला. भारत सरकार यहां के युवाओं को आगे पढ़ने के लिए, इनोवेशन के लिए नए मार्ग बना रही है. आज भी यहां युवाओं को लैपटॉप मिले हैं, बेटियों को साइकिल मिली है. हाल के वर्षों तक लक्षद्वीप में कोई उच्च शिक्षा संस्थान नहीं था. इस वजह से यहां के युवाओं को पढ़ने के लिए बाहर जाना पड़ता था. हमारी सरकार ने अब लक्षद्वीप में हायर एजुकेशन के लिए नए संस्थान खुलवाए हैं. आंड्रोट और कदमत आइलैंड्स में आर्ट्स और साइंस के नए कॉलेज खोले गए हैं. मिनिकॉय में नई पॉलिटेक्निक्स बनाई गई है. इससे यहां के छात्रों को बहुत फायदा हो रहा है. എന്റെ കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, ലക്ഷദ്വീപിൽ വന്നതിന് ശേഷം ഞാൻ അലി മാനിക്കഫ്ജിയുമായി കണ്ടു. അദ്ദേഹത്തിന്റെ പഠനങ്ങൾ, നവീന ആശയങ്ങൾ ഇവിടുത്തെ മുഴുവൻ പ്രദേശത്തിനും വളരെ അധികം ഗുണം ചെയ്തിട്ടുണ്ട്. എന്റെ സർക്കാരിന് അദ്ദേഹത്തിന് 2021 പത്മശ്രീ നൽകാൻ സാധിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്നതാണ്. ഭാരത സർക്കാർ ഇവിടുത്തെ യുവാക്കൾക്ക് മുന്നോട്ടു പോകുന്നതിനായി, പുതിയ ആശയങ്ങൾ രൂപീകരിക്കുന്നതിനായി പുതിയ മാർഗങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിവിടെ ലാപ്ടോപ്പ്, സൈക്കിൾ എന്നിവ നമ്മുടെ കുട്ടികൾക്ക് നാം നൽകി. ഇത്രയും വർഷങ്ങളായി ലക്ഷദ്വീപിൽ ഉയർന്ന വിദ്യാഭ്യാസത്തിന് സ്ഥാപനങ്ങളില്ലായിരുന്നു. ഇതു കാരണം ഇവിടുത്തെ യുവാക്കൾക്ക് വിദ്യാഭ്യാസത്തിന് പുറത്തു പോകേണ്ടി വന്നിരുന്നു. നമ്മുടെ സർക്കാർ ഇപ്പോൾ ഉയർന്ന വിദ്യാഭ്യാസത്തിനായി ലക്ഷദ്വീപിൽ പുതിയ സ്ഥാപനങ്ങൾ തുറന്നിട്ടുണ്ട്. ആന്ത്രോത്ത്, കടമത്ത് ദ്വീപുകളിൽ ആർട്സ് ആൻഡ് സയൻസിന് പുതിയ കോളേജുകൾ തുറന്നു. മിനിക്കോയിൽ പുതിയ പോളിടെക്നിക് നിർമ്മിച്ചു. ഇതിലൂടെ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വളരെ അധികം ഗുണമുണ്ടായിരിക്കുന്നു. एनडे कुडुम आगंगले साथियों, हमारी सरकार ने हज यात्रियों की सहूलियत के लिए जो प्रयास किया है, उसका भी लाभ लक्षद्वीप के लोगों को मिला है. हज यात्रियों के लिए वीजा नियमों को भी आसान बनाया गया है. हज से जुड़ी ज्यादातर कार्रवाई अब डिजिटल होती है. सरकार ने महिलाओं को
बिना महरम हज जाने की भी छूट दी है। इन्हीं सब प्रयासों की वजह से उमराह के लिए जाने वाले भारतीयों की संख्या में भारी वृद्धि हुई है। എന്റെ കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മുടെ സർക്കാർ ഹജ്ജ് യാത്രക്കാരുടെ സൗകര്യത്തിനായി നടത്തിയ പ്രവർത്തനങ്ങൾ ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് ഗുണമുണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് ഹജ്ജ് യാത്രക്കാർക്ക് വിസ നിയമങ്ങൾ എളുപ്പമാക്കിയിട്ടുണ്ട്. ഹജ്ജ് യാത്രയുമായി ബന്ധപ്പെട്ട ഇടപാടുകളെല്ലാം ഇപ്പോൾ ഡിജിറ്റലാക്കിയിരിക്കുന്നു. സർക്കാർ വനിതകൾക്ക് സ്വയം സഹായികളില്ലാതെ തന്നെ ഹജ്ജിന് പോകാനുള്ള സമ്മതവും കൊടുത്തിരിക്കുന്നു.